ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് കേട്ടോ. വേറെ ഒന്നല്ല, ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവർക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഒന്ന് ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് ശ്രമിക്കൂ കേട്ടോ. പഠിക്കുകയും ചെയ്യാം, അതോടൊപ്പം സംസാരിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഒട്ടും ഇംഗ്ലീഷ് അറിയില്ല, പക്ഷെ നമുക്ക് കുറച്ച് ആളുകളുടെ മുന്നിൽ നിന്ന് പിടിച്ചു നിൽക്കണം എന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഐഡിയ പറഞ്ഞു തരാം. ഇപ്പോൾ നമ്മൾ കിച്ചണിലായാലും നമ്മൾ ബെഡ്റൂമിലായാലും നമ്മൾ വീടിനകത്തായാലും ഒക്കെ പല സാധനങ്ങളും നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ അതിന്റെ ചില വാക്കുകൾ, ഒരു കസേരയാണെങ്കിൽ അതിനൊരു ഇംഗ്ലീഷ് വേർഡ് ഉണ്ട് അല്ലെ. അതുപോലെ ഒരു ജനൽ കാണുകയാണെങ്കിൽ അതിനൊരു ഇംഗ്ലീഷ് വാക്കുണ്ട്. ബെഡ്റൂമിൽ കയറി കഴിഞ്ഞാൽ തലയണ, അതുപോലെ കട്ടില്, ബെഡ്, ഇതൊക്കെ കാണുമ്പോൾ അതിനൊരു ഇംഗ്ലീഷ് വേർഡ് ഉണ്ട്. ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. അപ്പൊ ചെറിയ വാക്കുകളിലൂടെയാണ് നമ്മൾ വലിയ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഒരുപാട് ഗ്രാമർ ബേസ് ചെയ്തുകൊണ്ടല്ല നമ്മൾ പഠിക്കേണ്ടത്, പക്ഷേ ഗ്രാമർ മസ്റ്റ് ആണ് കേട്ടോ. ഗ്രാമർ വേണ്ട എന്ന് ഞാൻ ഒരിക്കലും പറയില്ല, ഗ്രാമർ വേണം. എത്ര വാക്കുകൾ പഠിച്ചാലും നമുക്ക് ഗ്രാമർ അത്യാവശ്യമാണ്. അപ്പോൾ അതിന്റെ വഴിക്ക് വിടട്ടെ. കാരണം ഒരുപാട് ഇപ്പം നമുക്കൊക്കെ ഒരുപാട് വൈകിയ ആളുകളൊക്കെ ആണെങ്കിൽ ഒരുപാട് ഗ്രാമറൊക്കെ തലകയറ്റുക എന്നുള്ളത് പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു ഐഡിയ പറഞ്ഞു തരാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മളൊരു ബെഡ്റൂം തന്നെ എടുക്കാം. 4-5 സാധനങ്ങളുടെ വാക്കുകൾ വെച്ചിട്ട് നമുക്ക് കുറച്ച് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ അതോടുകൂടി നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ നിങ്ങളൊന്ന് കിച്ചണിലോട്ട് പോകുമ്പോൾ അവിടെയുള്ള കുറച്ച് സാധനങ്ങളുടെ പേര് പഠിച്ചു വെക്കുക. അത് യൂസ് ചെയ്ത് ഇതുപോലെ കുറച്ച് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കുക കേട്ടോ. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, അതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്, പക്ഷേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, നമുക്ക് സെന്റൻസിലേക്ക് കിടക്കാം. ഇപ്പോൾ ഞാനൊരു ബെഡ്റൂം എടുത്തു. ആ ബെഡ്റൂമിൽ നമ്മൾ യൂസ് ചെയ്യാറുള്ള എന്തൊക്കെയാണ്? ഫോർ എക്സാമ്പിൾ, ഇപ്പം അലമാരി ഉണ്ടാകും, അതുപോലെ തന്നെ കലണ്ടർ ഉണ്ടാകും, അതുപോലെ തന്നെ ഇപ്പൊ ഒരു ബെഡ്റൂമില് ഇപ്പം ചീർപ്പ് ഉണ്ടാകും, അങ്ങനെ പല കാര്യങ്ങളും. ഇപ്പൊ പായ വിരിക്കുന്നവരാണെങ്കിൽ പായ ഉണ്ടാകും അല്ലെ. അപ്പൊ ഇതിനൊക്കെയുള്ള വാക്കുകൾ എന്തൊക്കെയാണ്? ഫോർ എക്സാമ്പിൾ, അലമാരിക്ക് എന്തൊക്കെയാണ് നമ്മൾ പറയും ഇംഗ്ലീഷിൽ? അലമാരിക്ക് കബോർഡ് എന്ന് നമ്മൾ പൊതുവായിട്ട് പറയാറുണ്ട്. കബോർഡ്, അതുപോലെ തന്നെ ക്ലോസറ്റ് എന്ന് പറയുന്ന സ്ഥലങ്ങളുണ്ട് കേട്ടോ. ക്ലോസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അലമാരി എന്നാണ്, തെറ്റിദ്ധരിക്കേണ്ട. അതുപോലെ തന്നെ വാർഡ്രോബ് എന്ന് പറയാറുണ്ട്. അപ്പൊ ഇത് മൂന്ന് സിറ്റുവേഷനിലാണ് നമുക്ക് ഏതും നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ഡ്രസ്സ്, പാത്രങ്ങളൊക്കെ വെക്കുന്ന സംഭവമാണ്. അപ്പൊ പാത്രങ്ങൾ മാത്രമായിട്ട് വെക്കുന്ന ഒരു ഇതുണ്ടാവും, കബോർഡ് പോലെ. അതിന് നമ്മൾ കബോർഡ് എന്ന് പറയും. വാർഡ്രോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ്സ്, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വെക്കുന്നതിനാണ് പറയുന്നത് പൊതുവായിട്ട്. പക്ഷേ നമ്മളൊക്കെ യൂസ് ചെയ്യാറുള്ളത് കബോർഡ് എന്ന് തന്നെയാണ് അല്ലെ. ഇനി ക്ലോസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ അധികം പറയാറില്ല, അലമാരിക്ക് പറയുന്ന ഒരു വേർഡ് തന്നെയാണ്. അപ്പോ നമ്മൾ അലമാരിയുടെ നെയിം പഠിച്ചല്ലോ, കബോർഡ്. കബോർഡ് തന്നെ എടുക്കട്ടോ. അപ്പൊ ഈ കബോർഡ് യൂസ് ചെയ്തിട്ട് പല സെന്റൻസ് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ബെഡ്റൂമിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് അലമാരി തുറന്നിട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ പറയാറുണ്ട് അലമാരി തുറന്നിട്ടിരിക്കുന്നു അല്ലേ. അലമാരി തുറന്നിട്ടിരിക്കുന്നു. ദ കബോർഡ് ഈസ് ഓപ്പൺ. ദ കബോർഡ് ഈസ് ഓപ്പൺ. ഇനി നമ്മൾ ചോദിക്കുന്നത് ആരാ അലമാരി തുറന്നിട്ടത് അല്ലെ. ആരാ അലമാരി തുറന്നിട്ടത്, അല്ലെങ്കിൽ ആരാ അലമാരി തുറന്നത്? ഹു ഓപ്പൺ ദ കബോർഡ്? ഹു ഓപ്പൺ ദ കബോർഡ്? ഓക്കെ, ഇനി നമ്മൾ ഇങ്ങനെ പറയാണ്, ഞാൻ വന്നപ്പോൾ അലമാരി തുറന്നിട്ടിരിക്കുകയായിരുന്നു. ഞാൻ വന്നപ്പോൾ അലമാരി തുറന്നിട്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ പറയാ, ദ കബോർഡ് വാസ് ഓപ്പൺ വെൻ ഐ കെയിം. ദ കബോർഡ് വാസ് ഓപ്പൺ വെൻ ഐ കെയിം. വന്നപ്പോൾ അലമാരി തുറന്നിട്ടിരിക്കുകയായിരുന്നു. ഓക്കെ, അലമാരി പൂട്ടു. നമ്മൾ പറയാറുണ്ട് അലമാരി പൂട്ടു. ലോക്ക് ദ കബോർഡ്. അലമാരി തുറക്കൂ. ഇങ്ങനെ പറയാ, ഓപ്പൺ ദ കബോർഡ്. ഓപ്പൺ ദ കബോർഡ്. ഇങ്ങനെ പലതും നമുക്ക് അലമാരിയുമായി ബന്ധപ്പെട്ട് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ എടുക്കുന്ന വേർഡ് എന്ന് പറയുന്നത് ഇപ്പൊ കോംബ് അല്ലെ. കോംബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചീർപ്പാണ് അല്ലെ. ഇത് ഒരു ബെഡ്റൂമിൽ അത്യാവശ്യമായിട്ട് ഉള്ള സാധനമാണ്. അപ്പൊ കോംബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചീകുക എന്ന് പറയാറുണ്ട്, ചില സ്ഥലങ്ങളിൽ വാരുക എന്ന് പറയാറുണ്ട്. ഇതിനൊക്കെ നമ്മൾ കോംബ് എന്ന് തന്നെയാണ് യൂസ് ചെയ്യാറ് കേട്ടോ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ചില സെന്റൻസ് പറയുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ ചീർപ്പ് ഉപയോഗിക്കാറുണ്ട് അല്ലെ. ഞാൻ സ്ഥിരമായിട്ട് ചീർപ്പ് ഉപയോഗിക്കാറുള്ള ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത്. ഐ യൂസ് എ കോംബ്.
അല്ലെങ്കിൽ ഞാൻ ചീർപ്പ് ഉപയോഗിക്കുന്നു. ഐ യൂസ് എ കോംബ്. ഇനി അത് സിംഗുലർ സബ്ജക്റ്റ് ആണ്, അവളോ അവനോ ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഷീ യൂസസ് എ കോംബ് എന്ന് പറയണം കേട്ടോ. അവിടെ യൂസിന്റെ കൂടെ, അതായത് വെർബിന്റെ കൂടെ ഒരു എസ് ആഡ് ചെയ്യണം. വെർബ് മസ്റ്റ് ആയിട്ടും പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പോ ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ, എന്താണ് ഗ്രാമർ വേണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. ഗ്രാമർ നമുക്ക് ഇംഗ്ലീഷിൽ മസ്റ്റ് ആണ്. അതിന്റെ ചില കാര്യങ്ങൾ മെയിൻ ആയിട്ട് വെർബുകൾ. ഓക്കെ, വെർബ് ക്ലാസ് ഒക്കെ നമ്മുടെ പുതിയ ചാനലിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇനി വേണമെങ്കിൽ ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം. ചില സമയത്ത് ഞാൻ മറന്നു പോണതാണ് കൊടുക്കാൻ. ഓക്കെ, നമ്മൾ ചോദിക്കുകയാണ് ചീർപ്പ് എവിടെയാണ്? ചീർപ്പ് എവിടെയാണ്? Where is the comb? Where is the comb? ചീർപ്പ് എവിടെയാണ്? എനിക്ക് ചീർപ്പ് തരൂ എന്നെങ്ങനെ ചോദിക്കാം? എനിക്ക് ചീർപ്പ് തരൂ. Give me the comb. Give me the comb. എനിക്ക് ചീർപ്പ് തരൂ. ഓക്കെ, ഞാൻ മുടി ചീകി എന്ന് പറയാറുണ്ടല്ലോ. ഞാൻ മുടി ചീകി അല്ലെങ്കിൽ ഞാൻ മുടി വാരി എന്നൊക്കെ പറയാറുണ്ട്. ഐ കോംബ്ഡ് മൈ ഹെയർ. ഐ കോംബ്ഡ് മൈ ഹെയർ. ഇനി മുടി ചീകിക്കോളൂ അല്ലെങ്കിൽ മുടി വാർന്നോളൂ എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പൊ കുട്ടികളോടൊക്കെ നമ്മൾ പറയാറുണ്ട് മുടി ചീകൂ അല്ലെങ്കിൽ മുടി വാരൂ എന്ന് പറയാറുണ്ട്. നെക്സ്റ്റ്, അവൻ മുടി ചീകുകയാണ് അല്ലെങ്കിൽ അവൻ മുടി വാരുകയാണ് അല്ലെങ്കിൽ അവൾ മുടി വാരുകയാണ് എന്നൊക്കെ പറയാറുണ്ടല്ലോ. ഇവിടെ സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ നമുക്ക് ഹി ഈസ് കോംബിങ് ഹിസ് ഹെയർ എന്ന് പറയാം. അവളാണെങ്കിൽ ഷി ഈസ് കോംബിങ് ഹർ ഹെയർ എന്ന് പറയാം. എനിക്ക് ചീർപ്പ് കണ്ടെത്താനായില്ല, അതായത് എനിക്ക് ചീർപ്പ് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറയാറുണ്ടല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ഐ കുഡിന്റ് ഫൈൻഡ് ദ കോംബ്. ഐ കുഡിന്റ് ഫൈൻഡ് ദ കോംബ്. എനിക്ക് ചീർപ്പ് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇനി ഈ ചീർപ്പ് എന്റേതാണെന്ന് പറയാറുണ്ടല്ലോ. ഈ ചീർപ്പ് എന്റേതാണ് ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് എന്റേതാണ് അല്ലെ. ദ കോംബ് ഈസ് മൈൻ. ദ കോംബ് ഈസ് മൈൻ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചീർപ്പുമായി ബന്ധപ്പെട്ട്. ഇനിയും പലതും നമുക്ക് പറയാട്ടോ. അപ്പൊ ചീർപ്പിനി കണ്ടോ, ചീർപ്പ് അവിടെയുണ്ട്, ചീർപ്പിനി എവിടെ വെച്ചത്, ഇങ്ങനെ പലതും വേണമെങ്കിൽ നമുക്ക് ചോദിക്കാനായിട്ട് പറ്റും. അപ്പൊ ഇതില് പരമാവധി ഞാൻ സെന്റൻസ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ എടുക്കാൻ പോകുന്ന വസ്തു എന്ന് പറയുന്നത് കലണ്ടർ എടുക്കാം. ഇപ്പൊ കലണ്ടർ നമ്മൾ പൊതുവായിട്ട് ഇപ്പൊ മതിലിലൊക്കെ തൂക്കിയിടാറാണ് പതിവ് അല്ലെ. അപ്പം കലണ്ടർ മതിലിൽ തൂക്കിയിട്ടിരിക്കുന്നു എന്ന് പറയണമെങ്കിൽ ദ കലണ്ടർ ഈസ് ഹാങ്ങിങ് അല്ലെ. തൂക്കിയിട്ടിരിക്കുക ഹാങ്ങിങ് ആണ്. ദ കലണ്ടർ ഈസ് ഹാങ്ങിങ് ഓൺ ദ വോൾ. വോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതിലാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇന്ന് തീയതി എന്താണ് അല്ലെങ്കിൽ ഇന്നത്തെ തീയതി എന്താണെന്നൊക്കെ ചോദിക്കാറുണ്ടല്ലോ. വാട്ട് ഈസ് ടുഡേസ് ഡേറ്റ്? വാട്ട് ഈസ് ടുഡേസ് ഡേറ്റ്? ഇന്നത്തെ തീയതി എന്താണ്? ഞാൻ കലണ്ടറിൽ നോക്കി. ഞാൻ കലണ്ടറിൽ നോക്കി. ഐ ലുക്ക്ഡ് അറ്റ് ദ കലണ്ടർ. ഐ ലുക്ക്ഡ് അറ്റ് ദ. ലുക്ക് കഴിഞ്ഞിട്ട് ഒരു അറ്റ് യൂസ് ചെയ്യണം. ഐ ലുക്ക്ഡ് അറ്റ് ദ കലണ്ടർ. ഞാൻ കലണ്ടറിൽ നോക്കി. ഓക്കെ, ഇത് പുതിയ കലണ്ടർ ആണെന്ന് ഇങ്ങനെ പറയാം. ഇത് പുതിയ കലണ്ടറാണ്. ദിസ് ഇസ് എ ന്യൂ കലണ്ടർ. ദിസ് ഇസ് എ ന്യൂ കലണ്ടർ അല്ലേ. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് നമ്മൾ പില്ലോ. ഇങ്ങനെ കലണ്ടറിനെ കുറിച്ചിട്ടും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയേണ്ടത്. ഇപ്പൊ 2026 കലണ്ടറാണ്, 2027 കലണ്ടർ കിട്ടിയോ ഇങ്ങനെയൊക്കെ ചോദിക്കുക കേട്ടോ. അതൊക്കെ നമ്മുടെ മിടുക്ക് പോയിരിക്കും സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ. എനിക്കാവുന്ന സെന്റൻസുകളൊക്കെ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നമ്മളെ കമന്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. ഓക്കെ, ഇനി നമ്മുടെ ബെഡ്റൂമിലുള്ളതാണ് പില്ലോ. ചിലതേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ബെഡ്റൂമിലായിട്ടും അതുപോലെ ഡൈനിങ് ഹാളിലാണെങ്കിലും കിച്ചണിലാണെങ്കിലും ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അതിന്റെ ഓരോ വാക്കുകൾ പഠിക്കുക, ആ വാക്കുകളിൽ നിന്ന് സെന്റൻസുകൾ ഉണ്ടാക്കുക. ഒന്ന് ട്രൈ ചെയ്യണേ. പില്ലോ. പില്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയണ അല്ലെ. ഒരു തലയണ കാണിച്ചിട്ട് പറയാണ് ഇത് എന്റെ തലയണയാണ്, ഇത് എന്റെ തലയണയാണ്. ദിസ് ഇസ് മൈ പില്ലോ അല്ലെ. ദിസ് ഇസ് മൈ പില്ലോ. ഇത് എന്റെ തലയണയാണ്. തലയണ വളരെ സോഫ്റ്റ് ആണ്. തലയണ വളരെ സോഫ്റ്റ് ആണ്. ദ പില്ലോ ഈസ് വെരി സോഫ്റ്റ്. ദ പില്ലോ ഈസ് വെരി സോഫ്റ്റ്. ഞാൻ തലയണയിൽ തല വെച്ചു അല്ലെ. ഞാൻ തലയണയിൽ തല വെച്ചു. എങ്ങനെ പറയാ? ഐ പുട്ട് മൈ ഹെഡ് ഓൺ ദ പില്ലോ. ഐ പുട്ട് മൈ ഹെഡ് ഓൺ ദ പില്ലോ. ഓക്കെ, ഒരു തലയണ ചോദിക്കുകയാണ്. എനിക്കൊരു തലയണ തരൂ എന്നിങ്ങനെ ചോദിക്കുക. എനിക്ക് ഒരു തലയണ തരൂ, എനിക്കൊരു ചീർപ്പ് തരൂ, എനിക്കൊരു പായ തരൂ, ഇങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കാറുണ്ടല്ലോ. ഗിവ് മീ എ പില്ലോ. ഗിവ് മീ എ പില്ലോ. എനിക്കൊരു തലയണ തരൂ. അപ്പോൾ ഇങ്ങനെ നമുക്ക് തലയണയെ കുറിച്ചിട്ടും ഒരുപാട് കാര്യങ്ങൾ
പറയാനായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മാറ്റ്, അതായത് നമ്മളെ റൂമിൽ പായകൾ ഉണ്ടല്ലോ, ഈ പായ പറയുന്ന സംഭവം, ഈ പായക്ക് നമ്മൾ ഇംഗ്ലീഷിൽ മാറ്റ് ആണ് കേട്ടോ. അപ്പൊ ചവിട്ടി നമ്മൾ കാലൊക്കെ തുടയ്ക്കുന്ന ആ ചവിട്ടിക്ക് മാത്രമല്ല മാറ്റ് എന്ന് പറയുന്നത്, നമ്മൾ കിടക്കാനായിട്ട് വിരിക്കുന്ന പായ. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. പായ ഉണ്ടല്ലോ, ഈ പായക്ക് നമ്മൾ പറയുന്നതാണ് മാറ്റ് എന്ന് പറയും. പായക്ക് ഇംഗ്ലീഷിൽ മാറ്റ് എന്നാണ് കേട്ടോ പറയാറ്. അപ്പോൾ ആ പായയെ കുറിച്ചിട്ട് കുറച്ച് സെന്റൻസ് പറയാം. പായ വാതിൽക്കലുണ്ട്, പായ അലമാരിക്ക് മുകളിലുണ്ട്, പായ ടേബിളിന് മുകളിലുണ്ട്, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പൊ പായ വാതിൽക്കലുണ്ട് എന്നെങ്ങനെ പറയാം, ഒരു കൃത്യ പ്ലേസ് അവിടെ പറഞ്ഞിട്ടുണ്ട്. ദ മാറ്റ് ഈസ് അറ്റ് ദ ഡോർ. ദ മാറ്റ് ഈസ് അറ്റ് ദ ഡോർ. പായ വാതിൽക്കലുണ്ട്. ആ പായയിൽ കിടക്കൂ. ഇപ്പൊ നമ്മളെ കുട്ടികളോട് പറയണം, ആ പായയിൽ കിടക്കൂ. ഇങ്ങനെ പറയാം, കിടക്കുക ലൈ ആണ്. ലൈ ഡൗൺ ഓൺ ദ മാറ്റ്. ലൈ ഡൗൺ ഓൺ ദ മാറ്റ്. ഇനി പറയാണ്, പായ മടക്കി വെക്കൂ. കിടന്നെണീറ്റതിന് ശേഷം നമ്മൾ പറയാറുണ്ട് അല്ലെ, മടക്കി വെക്കുക ഫോൾഡ് ആണ്. അപ്പൊ പായ മടക്കി വെക്കൂ. ഫോൾഡ് ദ മാറ്റ് ആൻഡ് കീപ് ഇറ്റ് അസൈഡ്. ഫോൾഡ് ദ മാറ്റ് ആൻഡ് കീപ് ഇറ്റ് അസൈഡ്. പായ മടക്കി വെക്കൂ. അപ്പൊ ഇങ്ങനെ പായയെ കുറിച്ചിട്ട് നമുക്ക് നിരവധി സെന്റൻസുകൾ പറയാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ ബെഡ്റൂമിൽ ബെഡുണ്ട്, കട്ടിലുണ്ട്, അതുപോലെ പൗഡർ, നമ്മൾ യൂസ് ചെയ്യുന്ന ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിന്റെ കുറച്ച് സെന്റൻസ് നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചത് എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെന്റൻസുകളാണ്. അതായത് ഒരു വസ്തുവിനെ കുറിച്ചിട്ട്, ഒരു വസ്തു കണ്ടിട്ട്, ഇപ്പൊ ഞാൻ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരാം. ഇപ്പോ ഇത് കസേര കണ്ടോ, ഈ കസേരക്ക് ഇംഗ്ലീഷിൽ എന്താ പറയാ? ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാമായിരിക്കും, ചെയർ എന്നാണ് പറയാറുള്ളത് അല്ലെ. അപ്പൊ ഈ ചെയറുമായി ബന്ധപ്പെട്ട ഒരു 5 സെന്റൻസ് മിനിമം. ഇനി നിങ്ങൾക്ക് മാക്സിമം എത്ര സെന്റൻസ് പറയാൻ പറ്റും അത്രയും നിങ്ങൾക്ക് പറയാം കേട്ടോ. മിനിമം ഞാൻ പറഞ്ഞിട്ടുള്ളത് 5 സെന്റൻസ് എന്നാണ്. നിങ്ങൾക്ക് എത്രയോ പറയാൻ പറ്റും അത്രയും സെന്റൻസ് നിങ്ങൾക്ക് കമന്റ് ആയിട്ട് അറിയിക്കാം കേട്ടോ. അപ്പൊ ചെയർ എന്ന് പറയുന്ന ഒരു വാക്കാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട സെന്റൻസ് ഒരുപാട് നമുക്ക് പറയാനായിട്ട് പറ്റും അല്ലെ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ. ഇനി കിച്ചണിൽ പോയാലും ഒരുപാട് വസ്തുക്കളുടെ പേര് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.